പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന സമയത്ത് MT വാസുദേവൻ നായരുമായിട്ടുള്ള ചർച്ചയുടെ ഒരു പ്രൊഡക്റ്റാണ് മ്യൂസിയം. ആ മ്യൂസിയമാണ് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒരു പുഴയുടെ കഥ, ആ പുഴയുടെ തീരത്ത് വളർന്ന നാടിന്റെ സംസ്കാരം. നമ്മുടെ പൊന്നാനിയിൽ നിളയുടെ തീരത്ത് അത്തരമൊരു അത്ഭുതം ഒരുങ്ങിയിരിക്കുകയാണ്. നിള സംഗ്രഹാലയം. ഇതങ്ങനെ ഒരു സാധാരണ മ്യൂസിയം അല്ല. ഇറ്റ്സ് നോട്ട് ദി മ്യൂസിയം ഓഫ് ഒബ്ജക്ട്സ്, ഇറ്റ്സ് എ മ്യൂസിയം ഓഫ് നരേറ്റീവ്സ്. നിളയുടെ ഉത്ഭവം മുതൽ അത് കടൽ ചേരുന്നത് വരെയുള്ള ചരിത്രം ഇവിടെ ഒരു കഥ പോലെ പറഞ്ഞു തരും. ഇടശ്ശേരിയും ഉറൂബും VKനും പൂന്താനും ഒക്കെ ജീവിച്ച ആ കാലഘട്ടം, മാമാങ്കവും ബീഡി തൊഴിലാളി സമരവും മഗ്ദൂം ചരിത്രവും എല്ലാം ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയമാണ്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് ശബ്ദത്തിലൂടെയും അതുപോലെ തന്നെ സ്പർശനത്തിലൂടെയൊക്കെ ചരിത്രം അനുഭവിച്ചറിയാൻ പറ്റും. 8 കോടി രൂപ ചെലവിൽ ഇൻഡോ ഡച്ച് വാസ്തുശൈലിയിലാണ് 17,000 സ്ക്വയർ ഫീറ്റുള്ള ഈ മനോഹര കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസം വകുപ്പും ജനപ്രതിനിധികളും ചേർന്ന് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റിൽ മിനി തിയേറ്ററും കോൺഫറൻസ് ഹാളും ഒക്കെയായി ഇതൊരു കൾച്ചറൽ ഹബ്ബായിട്ടാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ മ്യൂസിയത്തിൽ വന്നാൽ ഉണ്ടാവുന്ന ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നും തൊടാൻ പാടില്ല, ഫോട്ടോഗ്രാഫ്സ് അലൗഡ് അല്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ടച്ചിങ് ആണ്, ടച്ചിലൂടെയാണ് ഓരോന്ന് അറിയേണ്ടത്. നമ്മുടെ പൊന്നാനിയിൽ പൊളിച്ചു മാറ്റപ്പെട്ട പാണ്ഡികശാലയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അങ്ങനെ നിളയുടെ ഒഴുക്കിനോടൊത്ത് വളർന്ന ഓരോ ചരിത്രവും, പൊന്നാനിയുടെ ഓരോ ചരിത്രം ഇവിടെ ഓരോ കോർണറിലുണ്ട്. വെറും ഒരു മ്യൂസിയം അല്ലത്, നിളയുടെയും പൊന്നാനിയുടെയും ചരിത്രം തൊട്ടറിയാൻ കഴിയുന്ന ഒന്നാണ് നിള സംഗ്രഹാലയം. പുരാതനമായ പ്രതാപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക വികസനത്തിലേക്ക് നടന്നു കയറുകയാണ് നമ്മൾ. അതെ, ഇതൊരു സാംസ്കാരിക മുന്നേറ്റം തന്നെയാണ്. വരും തലമുറക്കായി നമുക്ക് നമ്മുടെ ചരിത്രത്തെ കാത്തു സൂക്ഷിക്കാം.